ഹായ്, ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഫൊഗീവ്നെസ് ആണ്. സോ ഫൊഗീവ്നെസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, അതായത് ക്ഷമിക്കുക, ഒരാളോട് ക്ഷമിക്കുക എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആരോടെങ്കിലും വെറുപ്പ് കൊണ്ട് നടക്കുന്നത് നമ്മുടെ കയ്യിൽ കനൽ കൊണ്ട് നടക്കുന്ന പോലെയാന്ന് പറയും. അവരെ അത് ബാധിക്കില്ല, പക്ഷെ നമ്മളെയാണ് അത് ബാധിക്കാൻ പോകുന്നത്. നമ്മുടെ ഉള്ളിൽ അത് കിടന്ന് കത്തി എരിയും. അതുകൊണ്ട് തന്നെ ക്ഷമിക്കുക എന്നതിന്റെ അർത്ഥം അവർ ആ തെറ്റ് നമ്മൾ കണ്ടില്ല എന്ന് വിചാരിക്കുകയോ അവർ അവരെ ഇന്നസെന്റ് ആണെന്ന് പ്രഖ്യാപിക്കുകയോ ഒന്നുമല്ല. മറിച്ച് നമ്മൾ ആ ബേർഡൻ കൊണ്ട് നടക്കുന്നില്ല. അവരോടുള്ള വെറുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലാണ് ഒരു ബേർഡൻ ആയിട്ട് കിടക്കുന്നത്. അത് നമ്മൾ കൊണ്ട് നടക്കുന്നില്ല. നമ്മളത് റിലീസ് ചെയ്യാണ്. അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പഴയ മുറിവുകൾ, റിവെഞ്ച് മെന്റാലിറ്റി ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ നമ്മളെ തന്നെയാണ് അൾട്ടിമേറ്റ്ലി നമ്മുടെ വൈബാണ് നെഗറ്റീവ് ആവുന്നത്. സോ നമുക്ക് ഹൈ വൈബ് ആവണം എന്നുണ്ടെങ്കിൽ ഈ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് മനസ്സിൽ നിന്ന് കളയേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും പല ആളുകളും ചെയ്ത തെറ്റുകൾ ആലോചിക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് വില്ലിങ് ആവുക. ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ ക്ഷമിക്കാൻ ശ്രമിക്കുക. അത്രേ ഉള്ളൂ. അതുപോലെ നമ്മുടെ തോട്ട്സ് പല രീതിയിലാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് പറയും. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ കാര്യത്തിലും ഒരു എനർജി ഉണ്ട്. ഈവൻ നമ്മുടെ തോട്ട്സിന് പോലും ഒരു എനർജി ഉണ്ട്. അതുകൊണ്ടാണ് ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയാം. അപ്പൊ നമ്മൾ രണ്ടുപേരും ഒരേ വൈബിലുള്ള ആളുകളാണെങ്കിൽ നമ്മൾ അയാളെ പറ്റി ചിന്തിക്കുമ്പോൾ അയാൾ നമ്മളെ പറ്റിയും ചിന്തിക്കും അതേ സമയത്ത്. അപ്പൊ അതുപോലെ തോട്ട്സും നമ്മൾ ഇതേപോലെ നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും അത് ചിലപ്പോൾ അവരെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഇപ്പൊ നമ്മൾ ഈ നെഗറ്റീവ് തോട്ടാണ് ഒരാളിലേക്ക് വിടുന്നത്. ഒരാൾ നമ്മൾ ശപിക്കുകയാണ്, മുടിഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് ശപിക്കുകയോ, അങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സ് ആണ് നമ്മൾ വിടുന്നത്. ഇന്ന് നിനക്ക് പണി കിട്ടുന്നുണ്ടോ, എന്നോട് ചെയ്തതിന് നിനക്ക് പണി കിട്ടും, ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും ദേഷ്യം വരുമ്പോൾ അല്ലെ. അപ്പൊ അങ്ങനെ നെഗറ്റീവ് തോട്ട് നമ്മൾ അവരിലേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ അതിലൊരു ഭാഗം അവർക്ക് കിട്ടും. അതിൽ ഒരു ഭാഗം അവർക്ക് ചുറ്റുമുള്ളവരിലേക്ക് സ്പ്രെഡ് ആവും. അതിൽ ഒരു ഭാഗം തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ശപിക്കുമ്പോൾ അതിലൊരു പോർഷൻ നമുക്കും കിട്ടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടും കൂടി നമ്മൾ ഇങ്ങനെ റിവെഞ്ച് എടുക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ കേഴ്സ് ചെയ്യാനൊന്നും പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഫൊഗീവ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഹൊപ്പോണോപ്പോണോ പ്രെയർ ആണ്. നമ്മൾ ആ വ്യക്തിയെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിലല്ല, മറിച്ച് ആ വ്യക്തി നമ്മളായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു വഴക്ക് എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ, അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് ആ സിറ്റുവേഷന് വേണ്ടിയിട്ട് നമുക്ക് ഹീലിംഗ് ചെയ്യാം. ഹൊപ്പോണോപ്പോണോ, ഐ എം സോറി, പ്ലീസ് ഫൊർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാം. ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ ബിറ്റ്വീൻ ദാറ്റ് സിറ്റുവേഷൻ ഉള്ള രീതിയിലും ചെയ്യാം. ഇനി അതല്ലാണ്ട് നമുക്ക് പല ആളുകളോടും സിമ്പിൾ ആയിട്ട് അങ്ങനെ ഫൊർഗീവ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ചിലരോട് നമുക്ക് ഭയങ്കര വൈരാഗ്യം, അവർ നമ്മളോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര വൈരാഗ്യമൊക്കെ മനസ്സിൽ കിടപ്പുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇത്. ഓക്കെ, ഒരു കാര്യം ഞാൻ പറയാം, ഇത് ഒരിക്കൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്, എപ്പോഴെപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. പക്ഷേ ഈ ഒരു ആക്ടിവിറ്റിയോട് കൂടി നമ്മൾ അതിന് ക്ലോഷർ കിട്ടിയെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, ഇതിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ചെറിയൊരു മെഡിറ്റേഷൻ പോലെയാണ്. സോ സിംപ്ലി കാം ആയിട്ട് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഒരിടത്ത് ഇരുന്നിട്ട് കുറച്ച് ഡീപ് ബ്രെത്ത്സ് ഒക്കെ എടുത്ത് ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത ശേഷം നിങ്ങൾ ഒരു ഹാളിൽ ഇരിക്കുകയാണ്. ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിൽ നിങ്ങൾക്ക് ആരോടാണോ ക്ഷമിക്കാൻ പറ്റാത്തത് ആ വ്യക്തി ആ സ്റ്റേജിൽ നിൽക്കുന്നതായിട്ട് വിചാരിക്കുക. നിങ്ങൾ ഓഡിയൻസിന്റെ സ്ഥലത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ആൻഡ് നിങ്ങൾക്ക് കാണാം ആ വ്യക്തിയെ ഇൻ ഫ്രണ്ട് ഓഫ് യു. അപ്പൊ ആ വ്യക്തി നിങ്ങളോട് എന്ത് തെറ്റാണോ ചെയ്തത് അതെന്താണെന്ന് മനസ്സിൽ വിചാരിക്കുക. അതിന് ആ വ്യക്തിക്ക് എന്ത് പണിഷ്മെന്റ് ആണ് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അത് ഫിസിക്കൽ ടോർച്ചർ ആവട്ടെ, മെന്റൽ ടോർച്ചർ ആവട്ടെ, വാക്കുകൊണ്ടുള്ളതാവട്ടെ, എന്ത് വേണമെച്ചാൽ അത് നിങ്ങൾക്ക് ആ വ്യക്തി കൊടുക്കുക. അത് ആ വ്യക്തി അനുഭവിക്കുന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യാം. ഇത് ഒരിക്കലും കേഴ്സ് ചെയ്യുന്ന പോലെയല്ല, അത് ഓർക്കുക. ഓക്കെ, നീ മുടിഞ്ഞു പോട്ടെ, അങ്ങനെ നമ്മൾ അയാളുടെ ഫ്യൂച്ചറിനെ കേഴ്സ് ചെയ്യുകയൊന്നുമല്ല. അത്തരം തോട്ട്സ് പോയി നമ്മൾക്ക് തിരിച്ചു വരും, അങ്ങനെയല്ല. ബട്ട് ഇൻസ്റ്റെഡ് ജസ്റ്റ് വിഷ്വലൈസ്, നമ്മളോട് ചെയ്തതിനെല്ലാം അയാൾ അനുഭവിക്കുന്നതായിട്ട് വിചാരിക്കുക. സോ ദാറ്റ് നമ്മൾ അത് ഈവൻ ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ഒരു കടം കിടക്കുക, അയാൾ എന്നെ ഉപദ്രവിച്ചതിന് ഞാൻ അയാൾക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ള റിവെഞ്ച് മെന്റാലിറ്റി ഒക്കെ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് പകരം അത് അയാൾ അനുഭവിച്ചതായിട്ട് നമ്മളെ മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ആള് എന്താണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് അത് കൊടുക്കുക. അപ്പൊ അയാൾക്ക് അടി കൊടുക്കണോ, അല്ലെങ്കിൽ എന്താ പറയാ, അയാൾ തെറി വിളിക്കണോ, അത് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഈവൻ ഇപ്പൊ നമ്മളോട് എന്ത് തെറ്റാണോ ചെയ്തത് അത് തന്നെ അയാൾക്ക് കിട്ടുന്നതായിട്ട് വേറൊരാളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് തന്നെയോ. അപ്പൊ നമ്മളെ ചീറ്റ് ചെയ്തു, അയാളും ചീറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് വിചാരിക്കാം. നമ്മൾ അനുഭവിച്ച അതേ പെയിൻ, വിഷമം ഒക്കെ അയാളും അനുഭവിക്കുന്നതായിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. ടിൽ അയാൾ റിയലൈസ് ചെയ്യുന്നു, ഓ ഇതാണല്ലേ ഞാൻ മറ്റേ ആളോട് ചെയ്തത് എന്നാൽ ആ റിയലൈസേഷൻ ആയിരിക്കും നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് വരെ നമുക്ക് ആ ആൾക്ക് പണിഷ്മെന്റ് കൊടുക്കാം. പക്ഷെ ഞാൻ പറയില്ല, ഇതൊരു വൺ ടൈം ആക്ടിവിറ്റിയാണ്. ഇതോടുകൂടി നിങ്ങൾക്ക് ക്ലോഷർ കിട്ടണം. അതുകൊണ്ട് എത്ര നേരം നിങ്ങൾ എടുത്താലും കുഴപ്പമില്ല, ബട്ട് നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം കിട്ടുന്നത് വരെ നിങ്ങൾ ആളെ പണിഷ് ചെയ്യാം. ആൻഡ് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞ് പറയുക, ആ വ്യക്തിയുടെ പേരെടുത്ത് വേണമെങ്കിൽ പറയാം, ദാറ്റ് ഐ ഫൊർഗീവ് ദിസ് പേഴ്സൺ ഫോർ, എന്തിനു വേണ്ടിയിട്ട്, എന്ത് കുറ്റം ചെയ്തതിനാണോ നമ്മൾ അയാളോട് ക്ഷമിച്ചു എന്ന് പറയാം. അപ്പൊ അയാൾ അവിടെ നിന്ന് താങ്ക് യു എന്ന് പറയുന്നതായിട്ടും നമ്മുടെ കണ്ണ് നോക്കി പറയുന്നതായിട്ട് വിചാരിക്കും. ഓക്കെ, നമ്മൾ അയാളോട് ഞാൻ നിങ്ങളോട് ക്ഷമിച്ചു എന്ന് പറയുന്നു, ആ വ്യക്തി നമ്മളോട് താങ്ക് യു ആൻഡ് ഐ സെറ്റ് യു ഫ്രീ, ഞാൻ നിങ്ങളെ ഇനി വെറുതെ വിട്ടിരിക്കുന്നു, നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധമില്ല, ഒരു കണക്കുമില്ല, എല്ലാം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതായിട്ട്. അപ്പൊ ഈ ഒരു വിഷ്വലൈസേഷൻ ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു എന്താ പറയാ, ആ ഒരു റിവെഞ്ചിൽ എൻഡ് ചെയ്യണ്ട, വിത്ത്
ഗുഡ് ഫീലിങ്സ്, ഒരു ദേഷ്യം വെറുപ്പ് അതിലാണല്ലോ നമ്മളിപ്പോ ചെയ്തത്, അതിൽ എൻഡ് ചെയ്യരുത്, മറിച്ച് നല്ല ഹൈ വൈബ് ഇമോഷൻസിൽ എൻഡ് ചെയ്യാം. അപ്പോ എൻഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് സന്തോഷം സമാധാനം ഒക്കെ അനുഭവിക്കുന്നതായിട്ട് നമ്മൾ അതും കൂടി കാണുക. ബിക്കോസ് അവര് എന്ത് തെറ്റ് നമ്മളോട് ചെയ്തതായിക്കോട്ടെ, പക്ഷെ ഈ ലോകത്ത് എല്ലാവരും ഈക്വൽ ആണ്. നമ്മളെല്ലാവരും ദൈവത്തിന്റെ ക്രിയേഷൻസ് ആണ്, എല്ലാവരിലും ഒരേ കോൺഷ്യസ്നെസ് തന്നെയാണ്, നമ്മളെല്ലാം പാർട്ട് ഓഫ് ദിസ് വേൾഡ്. ഓക്കെ, നമ്മൾ ചിലരോട് തെറ്റ് ചെയ്യുന്നുണ്ടാവും അറിഞ്ഞാൽ, അതുപോലെ പലരും നമ്മളോടും ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഫൊർഗീവ്നെസ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. നമ്മളും ഈ ക്ലോഷർ എന്ന് പറയുന്ന ഒരു കാര്യം, വിക്ടിംസ് ആയവരും ഈ ക്ലോഷർ ഡിസേർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ഫ്രീ ആക്കുന്നു, നമ്മളും ഫ്രീ ആകും. സോ അവര് സന്തോഷം സമാധാനം അവരനുഭവിച്ചു, കുറ്റം എല്ലാം അനുഭവിച്ചു, ഇനി അവർ സന്തോഷം സമാധാനമായിട്ട് ജീവിച്ചോട്ടെ എന്നുള്ളൊരു വിഷ്വലൈസേഷൻ അവർ ആ സന്തോഷം അനുഭവിക്കുന്നതായിട്ട് കണ്ടിട്ട് ആ ഒരു ഇമേജ് ബ്ലർ ചെയ്ത് അത് വിട്ടേക്കുക. അതിനുശേഷം നമ്മളും സന്തോഷം സമാധാനവും അനുഭവിക്കണമല്ലോ. അപ്പൊ നമ്മൾ ആ സ്റ്റേജിലേക്ക് പോവാ, നമ്മുടെ ലൈഫിനും ആ ഫ്രീഡം, റിലീഫ്, സന്തോഷം സമാധാനം ഒക്കെ കിട്ടുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്ത് എൻഡ് ചെയ്യാം. ആൻഡ് ഓൾസോ ഈ ഒരു വ്യക്തി പലപ്പോഴും നമുക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി ആയിരിക്കാം, നമ്മുടെ ഫാമിലി മെമ്പർ അല്ലെങ്കിൽ പാർട്ട്ണർ ഒക്കെ ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവരുമായിട്ടുള്ള ജസ്റ്റ് സോൾവ് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ അവരുമായിട്ടുള്ള സ്നേഹം വീണ്ടും ഇഗ്നൈറ്റ് ചെയ്യണം, അവരോടുള്ള ആ ഒരു സ്നേഹം, കെയർ ഒക്കെ അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വ്യക്തി നമ്മളോട് തെറ്റ് ചെയ്തു, ശരി, പക്ഷെ ആ വ്യക്തി ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടാവും, അറിഞ്ഞോ അറിയാതെ. സോ ആള് ഇപ്പോഴും കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതോ മുന്നേ ചെയ്തതോ ഒക്കെ ആയിട്ടുള്ള നല്ല കാര്യങ്ങൾ, തിങ്സ് വി ആർ ഗ്രേറ്റ്ഫുൾ ഫോർ, നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ ഫ്രം ദാറ്റ് പേഴ്സൺ, അത് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ആലോചിക്കുക, അഞ്ചെണ്ണം ആലോചിക്കുക, എന്തൊക്കെയാണ് ആ വ്യക്തി നമുക്ക് ചെയ്തു തന്നിട്ടുള്ള നല്ല കാര്യങ്ങൾ, ഉപകാരങ്ങൾ എന്താ, അങ്ങനെ ആ ഒരു അല്ലെങ്കിൽ നല്ല മൊമെന്റ്സ് ആലോചിക്കുക, നിങ്ങളുടെ ഇടയിലുള്ള നല്ല സ്നേഹമായിട്ടുള്ള അങ്ങനത്തെ മൊമെന്റ്സ് ആലോചിച്ച് ആ റിലേഷൻഷിപ്പ് വീണ്ടും പഴയ പോലെ ആക്കിയ ശേഷം ഈ മെഡിറ്റേഷൻ എൻഡ് ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മെഡിറ്റേഷൻ വൺസ് ചെയ്യേണ്ടതാണ്. അതിനും കൂടുതലായിട്ട് ലൈക്ക് പിന്നെയും ആ ദേഷ്യം അവരോട് പിന്നെ എപ്പോഴും കിടക്കുന്നതായിട്ട് ഫീൽ ചെയ്യുവാണെങ്കിൽ അതിനുശേഷം എപ്പോഴും അവരെ കണ്ണിൽ നോക്കി ഐ ഫൊർഗീവ് യു ഫോർ ദിസ് എന്ന് പറയാം, അവർ താങ്ക് യു ആൻഡ് ഐ സെറ്റ് യു ഫ്രീ എന്നുള്ള രീതിയിൽ അവർ തിരിച്ചു പറയുന്നതായിട്ടും അതിന്റെ ആവശ്യമേ ഉള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഹൊപ്പോണപ്പോണോ ചൊല്ലിയാൽ മതി. പിന്നീട് ഇത് ഒരിക്കൽ മാത്രം ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. ആൻഡ് നമ്മൾ നമ്മളോടും ക്ഷമിക്കുക. നമ്മൾ ചിലപ്പോഴും നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യും, ഞാൻ അമണ്ടത്തരം കാണിച്ചല്ലോ, തെറ്റ് ചെയ്തല്ലോ, മറ്റുള്ളവരോട് ചിലപ്പോൾ നമ്മൾ ചെയ്ത തെറ്റൊക്കെ ഓർത്ത് നമ്മൾ ഗിൽറ്റി ആയിട്ടിരിക്കുന്നുണ്ടാവും. സോ നമ്മൾ നമ്മളോടും ക്ഷമിക്കുക, അതും ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് സെക്കൻഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് നോക്കാം, വിച്ച് ഇസ് ജേർണലിംഗ്. ജേർണലിംഗ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെയധികം സ്ട്രെസ്ഡ് ആയിട്ട് ഒരു പ്രശ്നത്തിന്റെ അകത്ത് നിൽക്കുമ്പോൾ ഭയങ്കര നമ്മുടെ തലയിൽ ഇങ്ങനെ കുറേ തോട്ട്സ് വരും, വെറുപ്പ് വരും, നമ്മൾ ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും, ദേഷ്യം വന്നിട്ട് വിറയ്ക്കുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചാടിക്കേറി പറഞ്ഞാൽ ദേഷ്യത്തിന്റെ പുറത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും അത് കൂടിപ്പോവും, വഴക്ക് എസ്കലേറ്റ് ആവത്തേ ഉള്ളൂ. സോ ഏറ്റവും ബെസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ദേഷ്യം വന്നിരിക്കുമ്പോൾ നമ്മൾ ആ സ്ഥലത്തുനിന്ന് ഒഴിഞ്ഞു മാറുക. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ട് അത് പിന്നെ പറയാം, അപ്പൊ പറഞ്ഞാൽ അത് ചളാവും. അത് മാത്രമല്ല, നമ്മൾ ഈ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്ന ശരിയായ പോയിന്റ് ആണെങ്കിൽ പോലും നമ്മുടെ തലയിൽ കയറത്തില്ല. ബിക്കോസ് നമ്മളൊരു ഫൈറ്റ് മോഡിലാണ് നിൽക്കുന്നത്, അവരെന്ത് പറഞ്ഞാലും നമ്മളെ എതിർക്കാനാണെന്നുള്ളൊരു തോന്നലായിരിക്കും നമ്മുടെ തലയിൽ വരിക. അപ്പൊ അതുകൊണ്ട് എപ്പോ ദേഷ്യം വന്നാലും എസ്കേപ്പ്, അവിടുന്ന് ഫ്ലൈറ്റ്. ഓക്കെ, പറഞ്ഞിട്ട് വരിക, അല്ലാതെ ഒഴിഞ്ഞു മാറും മിണ്ടാതെ വരുമല്ല, എനിക്കൊരു 5 മിനിറ്റ് ബ്രേക്ക് വേണം, എനിക്ക് ദേഷ്യം വരുന്നു, ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാം. എന്നിട്ട് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ആ സിറ്റുവേഷന് എന്തൊക്കെയാണ് തോട്ട്സ്, അത് മനസ്സിലിട്ടുകൊണ്ടിരുന്നുള്ള കുഴപ്പം തന്നെ എഗെയിൻ അതേപോലത്തെ നെഗറ്റീവ് തോട്ട്സ് വന്നുകൊണ്ടേയിരിക്കും, ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ. പക്ഷെ എഴുതുകയോ പറയുകയോ ചെയ്യുകയാണെങ്കിൽ അത് റിലീസ് ആയി പോയിക്കോളും, സപ്രസ്ഡ് ആവില്ല. അപ്പൊ അതുകൊണ്ട് ഇത് പറയാം, അല്ലെങ്കിൽ ജേർണലിംഗ് വളരെ ഭയങ്കര നല്ലൊരു ആക്ടിവിറ്റിയാണ്. എപ്പോ ഒക്കെ മനസ്സിന് വിഷമോ ടെൻഷനോ ഒക്കെ വന്നാലും എഴുതി കത്തിച്ച് കളയുക, ഭയങ്കര റിലാക്സേഷൻ കിട്ടുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് മനസ്സിൽ വരുന്ന നെഗറ്റീവ് തോട്ട്സ് എല്ലാം നമ്മൾ എഴുതി വെച്ചാൽ മതി. അപ്പോ ഈ ജേർണലിംഗ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു രീതിയിൽ, ഒരു ഹീലിംഗ് രീതിയിൽ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വ്യക്തിയോട് നമ്മൾ വഴക്കിട്ടു എന്ന് വിചാരിക്കാം. അപ്പൊ ആ വ്യക്തിയോട് നമുക്ക് മനസ്സിൽ കുറേ നെഗറ്റീവ് ഇമോഷൻസ് ആണ്, ദേഷ്യം, വെറുപ്പ്, കുറ്റബോധം, നിരാശ, മടുപ്പ്, വെറുപ്പ്, എന്തൊക്കെയാണോ ഉള്ളത് ആ നെഗറ്റീവ് ഇമോഷൻസ് എല്ലാം നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ എക്സ്പ്രസ് ചെയ്യാം. തെറി വിളിക്കണമെങ്കിൽ വരെ വിളിച്ചോ, നോ റെസ്ട്രിക്ഷൻസ്, ഇത് ആരും കാണാൻ പോകുന്നില്ല, നിങ്ങൾ മാത്രമേ കാണാൻ പോകുള്ളൂ. സോ എനിക്ക് നിങ്ങളോട് വെറുപ്പാണ്, എനിക്ക് നിങ്ങളെ കണ്ടെടുത്താൽ കണ്ടോടെ, നിങ്ങൾ എന്തിനിങ്ങനെ ചെയ്യുക, അങ്ങനെ എത്ര ഹാർഷായിട്ട് വേണമെങ്കിലും സംസാരിച്ചോ, നോ പ്രോബ്ലം.
അതിനുശേഷം സെക്കൻഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ശരിയുണ്ടോ, അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്, അവരുടെ കുട്ടിക്കാലം എന്താണ്, അവരനുഭവിച്ചു വന്ന കാര്യങ്ങൾ എന്താണ്, അവരുടെ ശരികൾ എന്താണ്, അവരുടെ അവസ്ഥ എന്താണ്. അതുകൊണ്ടൊക്കെ അത് നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അവരെന്താ അങ്ങനെ ആക്ട് ചെയ്തതെന്ന്, അല്ലെ അവരെന്താ അങ്ങനെ ചിന്തിക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. സോ നമ്മൾ കോൺഷ്യസ് ആയിട്ട് തന്നെ പലപ്പോഴും നമ്മൾ വഴക്കിൽ നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഭാഗം ചിന്തിക്കുള്ളൂ, മറ്റേ ആളുടെ ഭാഗം ഒരിക്കലും ചിന്തിക്കില്ല. പക്ഷെ മറ്റേ ആളുടെ ഭാഗം ചിന്തിച്ചാൽ എളുപ്പം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഞാൻ യൂഷ്വലി എന്റെ ഹസ്ബൻഡിന്റെ ഭാഗം ചിന്തിക്കുമ്പോൾ എപ്പോഴും ഞാൻ അങ്ങോട്ട് പോയി സോറി പറയും. കാരണം എന്താ വെച്ചാൽ എനിക്ക് അപ്പം മനസ്സിലാവും ആൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ആളും അതേപോലെ എന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ വഴക്കുകളിൽ ഇപ്പോൾ ഒരു 5 മിനിറ്റ് താഴ്സേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റേ ആളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാം, അയാൾ എന്താ അങ്ങനെ ചെയ്തത്, അയാൾ എന്താ അങ്ങനെ ചിന്തിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കാം. അതുപോലെ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, നമ്മൾ ചിലപ്പോൾ അവരെ പ്രൊവോക്ക് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അവരെ മനസ്സിലാക്കാൻ എന്തെങ്കിലും ചെയ്തിട്ടൊക്കെ ആയിരിക്കാം അവർക്ക് ദേഷ്യം വന്നത്, അല്ലെ സിറ്റുവേഷൻ അറിയാണ്ട് പെരുമാറിയിട്ട്. അപ്പൊ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ആ ഒരു സെക്കൻഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത് അവർ കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് എന്തെങ്കിലും, ഓ എനിക്ക് മനസ്സിലായി, ഇന്ന കാരണം കൊണ്ടാണ് നിങ്ങൾ ഇന്നത് ചെയ്തത്, ഞാൻ ഇങ്ങനെ നിങ്ങളോട് ചെയ്യാൻ പാടില്ല, അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇത്രയും ദേഷ്യം വന്നത് എന്നൊക്കെ ഉള്ള സെക്കൻഡ് പാരഗ്രാഫ് അങ്ങനെ എഴുതുക. തേർഡ് പാരഗ്രാഫ് ഇത് രണ്ടും എഴുതുമ്പോൾ നമുക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പൊ ക്ഷമിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അഗെയിൻ നമുക്ക് ഹൊപ്പോണൊപ്പോണോ ആയിട്ട് എഴുതാം. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. നമ്മൾ വീണ്ടും ആ റിലേഷൻഷിപ്പ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അല്ലെങ്കിൽ സാധാരണ പോലെ പറയാം, എനിക്ക് മനസ്സിലായി ഇതായിരുന്നു സിറ്റുവേഷൻ എന്ന്, എന്നോട് ക്ഷമിക്കാൻ, ഞാൻ നിങ്ങളോടും ക്ഷമിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചതായിട്ട് തേർഡ് പാരഗ്രാഫിൽ എഴുതുക. ഫോർത്ത് പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇനി ആ സിറ്റുവേഷൻ എങ്ങനെ കൊണ്ടുപോകണം, ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കണം. ഹസ്ബൻഡുമായിട്ടാണ് വഴക്കിട്ടെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങൾ നല്ലൊരു ഹസ്ബൻഡാണ്, നല്ലൊരു അച്ഛനാണ്, നമ്മളിനി ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണം നമ്മുടെ ലൈഫ്, അങ്ങനെ എഴുതാം. ഇപ്പം ഓഫീസിൽ ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായി, ലൈക്ക് നിങ്ങളുടെ ഈ സിറ്റുവേഷൻ കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത്, എനിക്കൊരു ദേഷ്യവും ഇല്ല എന്ന് എഴുതിയിട്ട് അതിനുശേഷം ഇനി മുതൽ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിട്ട് തുടരും, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഡിസ്റ്റർബ് ചെയ്ത് ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യില്ല, നമുക്ക് നമ്മുടെ രണ്ടുപേരുടെയും വഴിക്ക് പിരിയാം, അങ്ങനെ വേണമെങ്കിലും എഴുതാം. നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത്, സമാധാനം തരണം അല്ലെ സന്തോഷം തരണം, എന്താണ് നമുക്ക് വേണ്ടത് ആ ഒരു കാര്യം നമ്മൾ ഫോർത്ത് പാരഗ്രാഫ് എഴുതുക. ഇതിനുശേഷം ഈ വ്യക്തി, നമ്മൾ ആർക്ക് വേണ്ടിയാണോ ഈ ലെറ്റർ എഴുതുന്നത്, ആ വ്യക്തി നമുക്ക് തിരിച്ച് ഇതെല്ലാം വായിച്ചിട്ട് തിരിച്ച് നമുക്ക് ഒരു ലെറ്റർ എഴുതുന്നതായിട്ട് സങ്കല്പിക്കാം. അപ്പൊ പലപ്പോഴും ആ വ്യക്തിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ അയാൾ ഇതെല്ലാം വായിച്ചിട്ട് ചുരുട്ടിക്കൂട്ടി കളയത്തേ ഉള്ളൂ, അല്ലെങ്കിൽ അയാൾ നല്ലൊരു റെസ്പോൺസ് തരാൻ പോണില്ല എന്നായിരിക്കാം നമ്മുടെ തലയിലെ ജഡ്ജ്മെന്റ്. പക്ഷെ അത് നമ്മൾ എടുത്ത് കളയാം. അവരെങ്ങനത്തെ സ്വഭാവമുള്ള ആളായിക്കോട്ടെ, എത്ര ഹാർഷ് ആയിക്കോട്ടെ, എന്ത് വേണച്ചായിക്കോട്ടെ, നമ്മളത് കെയർ ചെയ്യണ്ട. നമുക്ക് എന്താണോ വേണ്ടത്, നമുക്ക് എന്ത് റെസ്പോൺസ് ആണോ വേണ്ടത്, സിംപ്ലി അത് മാത്രം നമ്മൾ എഴുതുക. അപ്പൊ നമ്മുടെ ലെറ്റർ വായിച്ച ശേഷം നഖ നീ പറഞ്ഞൊക്കെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, എന്റെ ഭാഗത്ത് ഇന്ന തെറ്റുകളൊക്കെ ഉണ്ട്, ഞാൻ സമ്മതിക്കുന്നു, ശരി, ഓക്കെ, എന്റെ അവസ്ഥ ഇതായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കാം, എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, അങ്ങനെ പറഞ്ഞിട്ട് അതെ നമ്മൾ ഇനി നല്ല ഫ്രണ്ട്സ് ആയിട്ട് തുടരാം, അല്ലെങ്കിൽ ഞാൻ ഇനി നിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ, നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യേണ്ട, നമുക്ക് വെറുപ്പൊന്നുമില്ല, നമുക്ക് പിരിയാം, നല്ല രീതിക്ക് പിരിയാം, അല്ലെങ്കിൽ നമുക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം. അങ്ങനെ എന്ത് വെച്ചാൽ നമ്മൾ ആ റെസ്പോൺസ് ലെറ്ററും കൂടി എഴുതുക. സോ ഈ ഒരു ജേർണലിങ്ങിന്റെ ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾ കണ്ടോ, നിങ്ങളുടെ ആദ്യം നിങ്ങളുടെ എല്ലാ സപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യാനുള്ള എല്ലാ വാക്കുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ എക്സ്പ്രസ് ചെയ്തു. ഇത് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു, അപ്പൊ നമുക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റും. ക്ഷമിക്കുമ്പോൾ നമ്മൾ അവരോട് വീണ്ടും സ്നേഹവും സമാധാന അന്തരീക്ഷവും നിലനിർത്താൻ പറ്റും. അതിനുശേഷം അവരും അത് കണ്ട് അക്സെപ്റ്റ് ചെയ്ത് നമ്മളൊരു ഗ്രാജുവലി അവർ നെഗറ്റീവ് ഇമോഷനെ നമ്മൾ പോസിറ്റീവ് ആക്കി മാറ്റി. സോ അതാണ് ആ ട്രാൻസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ തന്നെ ഈ ലെറ്റർ എഴുതുവാണെങ്കിൽ നമ്മൾ തുടങ്ങിയപ്പോൾ എഴുതിയ രീതിയിലായിരിക്കില്ല അത് എൻഡ് ചെയ്യുമ്പോൾ. സിംപ്ലി നെഗറ്റീവ് ഇമോഷൻസ് മാത്രം എഴുതിയിട്ട് നിങ്ങൾക്ക് എഴുതി കത്തിച്ച് കളയാം. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ റിസൾട്ട് കിട്ടും. ആൻഡ് ഈ പറഞ്ഞൊരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ വർക്ക് ആവുമ്പോൾ ഈ റെസ്പോൺസ് ലെറ്റർ പലപ്പോഴും നമ്മൾ പറയാതെ തന്നെ മറ്റേ ആൾക്ക് നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാവുകയും അവർ ചിലപ്പോൾ നമ്മളെടുത്ത് വന്ന് സോറി പറയോ, അല്ലെങ്കിൽ നമ്മുടെ ആ റിലേഷൻഷിപ്പ് വീണ്ടും മെയിൻറ്റെയിൻ ആയി പോകും. അതുപോലെ നമുക്ക് ക്ലാരിറ്റി കിട്ടും, എന്താണ് നമ്മുടെ ഭാഗം, എന്താണ് അവരുടെ ഭാഗം, അവരെന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു. അപ്പൊ ഈ ക്ലാരിറ്റി കിട്ടിയ ശേഷം നമുക്ക് വീണ്ടും വേണമെങ്കിൽ അവരുടെ അടുത്തൊരു, നമ്മൾ നേരത്തെ ദേഷ്യത്തിന് പുറത്ത് നമ്മൾ സംസാരിച്ചില്ല, മറിച്ച് ഇത് എഴുതി കഴിയുമ്പോൾ നമുക്ക് കിട്ടിയ ക്ലാരിറ്റി കൊണ്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വ്യക്തത ഉണ്ടാവും, നന്നായിട്ട് അവതരിപ്പിക്കാനും പറ്റും, സമാധാനമായിട്ട് അവതരിപ്പിക്കാനും പറ്റും. കാരണം വെറുപ്പില്ല ഇപ്പൊ നമ്മുടെ മനസ്സിൽ, ഫൈറ്റ് മോഡിലും അല്ല, നമ്മൾ സമാധാനത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ജേർണലിംഗ് വളരെ പവർഫുൾ ആയിട്ട് ആക്ടിവിറ്റിയാണ്. എപ്പോഴൊക്കെ നെഗറ്റിവിറ്റി തോന്നിയാലും അത് എഴുതുക, എഴുതി കത്തിക്കുക, ഒന്നും മനസ്സിൽ വെക്കാതിരിക്കുക. സപ്രസ്ഡ് ഇമോഷൻസ് ആണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം. സോ എക്സ്പ്രസ് ചെയ്യാം ആൻഡ് ഫൊർഗീവ് ചെയ്യുക. ആരോടും മനസ്സിൽ വെറുപ്പ് വെക്കേണ്ട. അത് അവർക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ സമാധാനത്തിന് വേണ്ടി. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മനസ്സ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡീക്ലട്ടർ ചെയ്യണം. അപ്പൊ ഈ പഴയ അനാവശ്യമായിട്ട് കിടക്കുന്ന സാധനങ്ങളെല്ലാം നമ്മളെടുത്ത് പുറത്ത് കളയുക എന്നുള്ളത് മാത്രമാണ് ഈ ഫൊർഗീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതുപോലെ പല ആളുകളോടും നേരിട്ട് പോയി വഴക്കുണ്ടാക്കുന്നതിനേക്കാളൊക്കെ നല്ലത് നമ്മൾ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ പറയാൻ പോലും തോന്നത്തില്ല, ഒന്നും പറയാൻ തോന്നത്തില്ല. ചിലപ്പോൾ ഒന്നും പറയാതെ തന്നെ പ്രശ്നം സോൾവ് ആവുന്നതായിട്ടും എനിക്ക് നല്ല അനുഭവങ്ങളുണ്ട്. എന്റെ പല ക്ലയൻസും പറയാറുണ്ട്, ഈ ആക്ടിവിറ്റി ചെയ്ത ശേഷം പലരും വന്ന് സോറി പറഞ്ഞു അവരോട്, അല്ലെങ്കിൽ അവർ അങ്ങോട്ട് പോയിട്ട് ഒരു കോൺവെർസേഷൻ ഇനിഷ്യേറ്റ് ചെയ്ത് സോൾവ് ആയി. എന്റെ അനുഭവത്തിലും അങ്ങനെ തന്നെയാണ്. എനിക്കും ഭയങ്കര മാറ്റങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ജേർണലിംഗ് ആൻഡ് മെഡിറ്റേഷന് ശേഷമുള്ള ബ്ലെസ്സിങ് ആൻഡ് ഫോർഗീവ്നെസ്, ഹോപ്പോണോപ്പോണോ ഫോർഗീവ്നെസ്, ഇത് മൂന്നും ഭയങ്കരമായിട്ട് വർക്കാവുന്ന കാര്യങ്ങളാണ്. സോ ഇത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ലൈഫിൽ ആവശ്യം വരുവാണെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ കറന്റ്ലി ആരോടെങ്കിലും ദേഷ്യം കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്തു നോക്കുക. ഓക്കെ, താങ്ക് യു.